എന്താഴ്ച ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ? കിടക്കുന്നില്ലേ? ഞാൻ വന്നപ്പോ പ്രഭാതിയമ്മ ഇവിടെ നിന്ന് കരയുമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അവരുടെ ഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് പ്രിയെ. അതൊരു നല്ല ലക്ഷണമല്ലല്ലോ ചേച്ചി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. അതാ എനിക്ക് സംശയം. എന്റെ ഒരു ഊഹം പറയാം. ആ ശരത്തും അവരും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കണം ഇപ്പൊ കണ്ട ഇവരുടെ ഈ മാറ്റം. അത് ശരിക്കും ഉള്ളതാണെങ്കിൽ അത് മതി ശരത്തിനെ പോട്ടാൻ. ശരത്ത് അത്ര മണ്ടനാണോ ചേച്ചി? അവന്റെ അമ്മയെ അവൻ അങ്ങനെ പിണക്കൂ? അതൊന്നും പറയാൻ പറ്റില്ല. ഏത് മനുഷ്യനും ഒരു കഷ്ടകാല സമയം എന്നൊന്നുണ്ടല്ലോ. ആ നേരത്തെ ചെയ്യുന്നതൊക്കെ പ്രശ്നമായിട്ട് തീരും. എന്തായാലും അവർക്കിടയിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. അത് മുതലെടുക്കാൻ പറ്റിയ പിന്നെ നമ്മൾ ജയിച്ചു. സൂക്ഷിക്കണം. നിലനിൽപ്പ് അപകടത്തിലാണെന്ന് കണ്ട എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ ശരത്ത്. അതെനിക്കറിയാം. സ്വന്തം ചോരയാണെന്ന് പോലും നോക്കിയില്ല എന്നൊക്കെ പറയുന്ന കേട്ടു പ്രഭാതിയമ്മ. അത് ശ്രാവണിനെ കുറിച്ചായിരിക്കോ പറഞ്ഞത്? ശ്രാവണിന്റെ മരണത്തിന് പിന്നിലും ശരത്താണെന്നൊരു സംശയം പണ്ടേ പ്രഭാതിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതിനിപ്പോ അവര് സ്ഥിരീകരിച്ചോ? സ്ഥിരീകരിച്ച് കാണണം. എത്രയൊക്കെ വന്നാലും സ്വന്തം മോനല്ലേ. സ്വന്തം മകനെ കൊന്നൂന്ന് കേട്ടാ ഏതമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? എന്തായാലും നാളെ നേരം വെളുക്കട്ടെ. ഇന്ന് കാണിച്ച അതേ വീര്യം നാളെയും പ്രഭാതിയമ്മ കാണിച്ച പിന്നെ ഇവിടെ എന്തേലൊക്കെ നടക്കും. പ്രഭാവതിയമ്മ ശരത്തിന്റെ അമ്മയാ. യാതൊരു പ്രതീക്ഷയും വേണ്ട. അതും എനിക്കറിയാം. എന്തായാലും ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നടക്കും. നീ ഇപ്പൊ കിടക്കാൻ നോക്ക്, ഞാനങ്ങ് വന്നേക്കാം. നിത്യ, നടേശൻ, ഗോപി, സുധി, അമ്മയുടെ മകനുണ്ടല്ലോ ശരത്ത്, അവൻ അപകടകാരിയാ. ഒന്ന് കയ്യറപ്പ് തീർന്നവൻ. ഭാഗ്യം കൊണ്ട് മാത്രമാ പിടിക്കപ്പെടാതെ അവൻ ഇപ്പോഴും നടക്കുന്നത്. എന്നോട് ക്ഷമിക്കണം എല്ലാവരും. ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തിരുത്താൻ പോവുക. എന്റെ കൂടെ നിന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തു പറ്റി പ്രഭാവതി? തെറ്റുകളോ? നീ എന്ത് തെറ്റാ ഞങ്ങളോട് ചെയ്തേ? അതമ്മേ, അല്ലെങ്കിൽ വേണ്ട, എന്റെ പ്രായച്ചിത്തം കഴിയട്ടെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. നിത്യയുടെ അച്ഛ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ആണുങ്ങൾ കള്ളുകുടിക്കുമ്പോ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണോ പുറത്തു വരുന്നത്, അതോ അല്ലാത്തതും വരുമോ? കുടിക്കുന്ന ആളുടെ സ്വഭാവം പോലെ ഇരിക്കും.